മേഖലകളിലും സുബോധത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഫിസിക്കൽ സോബ്രൈറ്റി, ശാരീരികമായിട്ടുള്ള സുബോധാവസ്ഥ അവിടെ നിന്ന് തുടങ്ങുന്നു. പിന്നെ നമ്മൾ മാനസികമായിട്ടുള്ള ഒരു സുബോധാവസ്ഥയെ പറ്റിയിട്ടും സംസാരിക്കാറുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ വരുന്നത് വൈകാരികമായ ഒരു സുബോധാവസ്ഥയെ പറ്റിയിട്ട് നമ്മളെ വിഷയങ്ങളിലൊക്കെ എപ്പോഴും വന്നു പോകാറുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈകാരികമായിട്ട് എങ്ങനെ സുബോധം കൊണ്ട് നടക്കും എന്നുള്ളത്, അതൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന് ആത്മീയമായൊരു സുബോധാവസ്ഥയുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ പലപ്പോഴും നമ്മുടെ വിഷയമായിട്ടൊക്കെ അത് വരാറുണ്ട്. ഈ ഇന്നത്തെ നമ്മളെ വിഷയം ലൈംഗികമായ സുബോധം എന്ന് പറയുന്നതാണ്. അത് കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ സുബോധവാനായി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ കുടി മാറ്റി വെച്ച് എയിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ നമ്മളെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവ ഉയർത്തുന്ന സുബോധത്തിനെതിരെ ഉയർത്തുന്ന കൊടികൾ, ഇതിനെല്ലാം കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് പോകാം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതധികം ഒന്നും ചർച്ചയ്ക്ക് വരാറില്ല ഈ ഒരു വിഷയം. അത് എന്താന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ലൈംഗിക പ്രശ്നങ്ങൾ, മദ്യാസക്തന്റെ ലൈംഗിക പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊന്നും അത്രയധികം ഒന്നും സംസാരിക്കപ്പെടാത്തത്? വരാറില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിന് വേണ്ടത്ര പ്രാധാന്യത്തോടു കൂടി അത് നമ്മുടെ ഇടയിൽ തന്നെ വരാറില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ അറിയാം. നമ്മളുടെ വിഷയങ്ങളായിട്ട് ഇത് വളരെ ചുരുക്കമായിട്ടേ വരാറുള്ളൂ. നമ്മൾ ഷെയറിങ്ങിലും ഇത് അങ്ങനെയൊന്നും അങ്ങനെ കേൾക്കാറില്ല. അധികം ആൾക്കാരൊന്നും അവരുടെ ലൈംഗിക പ്രശ്നങ്ങളൊന്നും ഷെയർ ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നില്ല പൊതുവെ. അല്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ധൈര്യപൂർവം ഷെയർ ചെയ്യും. പക്ഷേ നമ്മളെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രയധികം ഒന്നും ആരും ഷെയറിങ്ങിൽ പോലും വരാറില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം. വിഷയാവതരണങ്ങൾ ഇത് വളരെ വിരളമായിട്ട് മാത്രമേ വരാറുള്ളൂ. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്കാർക്കും, അതായത് മദ്യപാനം നിർത്തിയിട്ട് സുബോധ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്കൊന്നും ലൈംഗിക പ്രശ്നങ്ങൾ ഇല്ല എന്നാണോ? അല്ല. എല്ലാവർക്കും ഒരളവോളം ഇത് അനുഭവിച്ചവരൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് നമ്മുടെ പൊതു സംസാരങ്ങളിലേക്കൊന്നും വരാറില്ല. നമ്മുടെ രഹസ്യ സംഭാഷണങ്ങളിലൊക്കെ ഒരുപക്ഷെ വന്നെന്നിരിക്കും. ഇത് പരസ്യമാക്കാൻ പലരും ഇഷ്ടപ്പെടുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ക്ലോസ്ഡ് മീറ്റിംഗ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അവനവൻ്റെ ലൈംഗിക പ്രശ്നങ്ങൾ ഷെയറിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ പലരും മടി കാണിക്കുന്നുണ്ട്. ഇതേറ്റവും അധികം മൂടി വയ്ക്കപ്പെടുന്ന ഒരു പ്രശ്നം തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ഇത് സ്വയം നമ്മൾ അടിച്ചമർത്തി വയ്ക്കുന്നൊരു പ്രശ്നമാണ്. സ്വയം നമ്മൾ റിപ്രസ് ചെയ്യുന്നൊരു പ്രശ്നം എന്ന് പറയാം. സൈക്കോളജിയിൽ അങ്ങനെയാണ് പറയാറ് സാധാരണ. റിപ്രസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പല കാര്യങ്ങളും നമ്മൾ അടിച്ചമർത്തി വെക്കുകയാണ് മനസ്സിനകത്ത്. പ്രശ്നങ്ങളെ പറ്റിയാണ് ഞാൻ പറയും. നമ്മുടെ പല പ്രശ്നങ്ങളും ഈ അടിച്ചമർത്തി വെക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു സംഘർഷാവസ്ഥയുണ്ട്. നമ്മൾ തുറന്നു പറയുന്ന കൂട്ടരാണ്. നമ്മളെ ഷെയറിങ്, നമ്മളെ മീറ്റിംഗ് പ്ലേസ്, നമ്മളെ ഫെലോഷിപ്പ്, ഇവിടെയെല്ലാം തുറന്നു പറച്ചിൽ കൊണ്ടാണ് നമ്മൾക്ക് മോചനത്തിൻ്റെ മാർഗത്തിലേക്കൊരു വഴി തുറന്നു കിട്ടുന്നത്. ഈ തുറന്നു പറച്ചിലിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേന്മ, ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരം കുറയുകയാണ്. ഒരു വ്യക്തി തലയിൽ പേറി നടക്കുന്ന അവൻ്റെ പ്രശ്നങ്ങളെ അവൻ പങ്കുവെക്കുന്ന സമയത്ത് അവന് കിട്ടുന്ന ഒരു സമാശ്വാസം ചില്ലറയൊന്നുമല്ല. നമ്മൾ അനുഭവിച്ചവരാണ് ഇതൊക്കെ.
ഒരു പ്രശ്നവുമായിട്ട് നമ്മൾ മീറ്റിംഗ് ഹാളിൽ വന്നിട്ട് അത് അവിടെ ഒന്ന് നമ്മൾ തുറന്ന് പറയുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ഭാരം ഇറക്കി വെച്ചൊരവസ്ഥ. പക്ഷെ അവിടെയും ലൈംഗിക പ്രശ്നങ്ങൾ നമ്മൾ ഇറക്കി വെക്കാറില്ല. അല്ലെങ്കിൽ എനിക്ക് ഇതുപോലെയൊക്കെയുള്ള സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ട് എന്നൊന്നും അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. വളരെ ചുരുക്കം ആരെങ്കിലും ഒക്കെ പറഞ്ഞാലായി. അപ്പം ഈ പ്രശ്നങ്ങൾ, അതായത് നമ്മുടെയൊക്കെ ലൈംഗിക പ്രശ്നങ്ങൾ സ്വയം അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? എന്തിനാണ് നമ്മൾ തുറന്നു പറയാൻ മടിക്കുന്നത്? ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇവിടെ നമ്മളെ ഒന്നാം പടിയിലൊക്കെ പറയുന്ന ശക്തിഹീനത അല്ലേ, ബലക്ഷയം, ഇതെല്ലാം തുറന്നു പറയാൻ അപാരമായ ധൈര്യം വേണം എന്ന് തന്നെയാണ്. ഒരു മനുഷ്യന് അവൻ്റെ ബലഹീനതകളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന് സംസാരിക്കാൻ നല്ല ധൈര്യം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മളത് ചെയ്യുന്നവരാണ്. മറ്റെല്ലാ കാര്യത്തിലും നമ്മൾ തുറന്നു പറയുന്നു. നമ്മളുടെ അശക്തിയെക്കുറിച്ച് നമ്മൾ അതാദ്യം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ്, അത് സമ്മതിച്ചുകൊണ്ടാണ് നമ്മൾ ഏലേക്ക് കാല് കുത്തുന്നത് തന്നെ. മദ്യത്തിന് മുന്നിൽ ഞാൻ അശക്തനാണ് എന്ന പ്രഖ്യാപനം, അത് ധീരമായൊരു പ്രഖ്യാപനം തന്നെയാണ്. ഒരുപാട് കാലം നമ്മൾ പറയാതിരുന്നൊരു കാര്യമാണ്, പറയാൻ മടിച്ചൊരു കാര്യമാണ്, അടിച്ചമർത്തി വെച്ച കാര്യമാണ്, സത്യമാണെന്ന് അറിയാമെങ്കിൽ പോലും പറയാൻ മടിച്ചിരുന്നൊരു കാര്യം. കാരണം അത് അശക്തിയാണ് പ്രകടമാക്കുന്നത്. ഒരു മനുഷ്യനും അവൻ്റെ ശക്തി പ്രകടിപ്പിക്കുക എന്നല്ലാതെ അവൻ്റെ അശക്തി തുറന്നു പറയാൻ വലിയ വിമ്മിട്ടുണ്ടാക്കുക, പ്രത്യേകിച്ചും പുരുഷന്മാർ. അപ്പോൾ അതുകൊണ്ട് ലൈംഗികമായിട്ടുള്ള ഒരു പ്രശ്നം തുറന്നു പറയാനായിട്ട് മുന്നോട്ട് വരാത്തതിൻ്റെ ഒരു കാര്യം, അതൊരു അശക്തിയുടെ ഒരു പ്രകാശനാണ്. ഞാൻ അശക്തനാണ് എന്ന് പറഞ്ഞ് ശീലിച്ചവർക്ക് പോലും ലൈംഗിക പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ആ സമ്മതം, ആ സ്വയം അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കൽ, അത് കുറച്ച് ബുദ്ധിമുട്ട് കൂടിയൊരു ഇനാണ്. അപ്പോൾ ഇത് ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് ഭാഷയിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് ഈ വിഷയം ഈ ലൈംഗിക സുബോധം എന്ന് പറയുന്ന വിഷയം സംസാരിക്കുന്ന സമയത്ത് ആ വിഷയം ആവശ്യപ്പെടുന്ന ഒരു ഭാഷയുണ്ട്. എല്ലാ വിഷയത്തിനും അതിൻ്റെതായ ചില ഭാഷയിലെ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ലൈംഗിക സുബോധം എന്ന് പറയുന്ന വിഷയം സംസാരിക്കുമ്പോൾ ഭാഷയിൽ ആവശ്യമാവുന്ന ചില കാര്യങ്ങളുണ്ട്, ചില വാക്കുകളുണ്ടാവും. ഇത് സദാചാര ലംഘനം എന്നൊന്നും ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ വൈജുവേട്ടൻ സഭ്യതയുടെ അതിരുകളൊക്കെ ലംഘിച്ചു ഇന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ സഭ്യത അസഭ്യത എന്ന് പറയുന്ന ആ വ്യത്യാസത്തിൽ അവിടെയൊന്നും അങ്ങോട്ടേക്കൊന്നും ഇത് എത്തിക്കാതിരിക്കുക ദയവ് ചെയ്തിട്ട്. കാരണം ഇത് വിഷയം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇത് നമ്മുടെ ബിഗ് ബുക്കിൽ തപ്പി നോക്കിയാൽ കിട്ടുന്ന ഒരു നല്ല രസകരമായിട്ടുള്ളൊരു കാര്യം. അതിൽ നമ്മളെ 5ാമത്തെ ചാപ്റ്ററിൽ നമ്മളെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ആ ചാപ്റ്ററിൽ, ആ അധ്യായത്തിൽ, അതിൽ നമ്മുടെ മലയാളത്തിലാണെങ്കിൽ 68ാമത്തെ പേജിലാണേ, 3ാമത്തെ പാരഗ്രാഫാണ്. അതിൽ പറയുന്നൊരു വാക്ക് ഞാനൊന്ന് വായിക്കാം. ഞങ്ങൾക്കെല്ലാം ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ട്. ബിഗ് ബുക്കിൽ പറയുന്നതാണേ, ഞങ്ങൾക്കെല്ലാം ലൈംഗിക പ്രശ്നങ്ങളുണ്ട്, അതില്ലെങ്കിൽ ഞങ്ങൾ മനുഷ്യരല്ല. ഇത്ര കോമൺ ആക്കി മാറ്റുന്നു ബില്ലെന്ന് നോക്കൂ. നമ്മൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞത്, പറയാൻ മടിക്കുന്ന, ഏറ്റവും അധികം മൂടി വയ്ക്കപ്പെടുന്ന, അടിച്ചമർത്തി വെക്കുന്ന ഈ ഒരു ലൈംഗിക പ്രശ്നത്തെ കുറിച്ചിട്ട് ബിഗ് ബുക്കിൽ എത്ര സൗമ്യവും സരളവുമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഞങ്ങൾക്കെല്ലാം ലൈംഗിക പ്രശ്നങ്ങളുണ്ട്, അതില്ലെങ്കിൽ ഞങ്ങൾ മനുഷ്യരല്ല എന്നാണ് പറയുന്നത്.
പിന്നീടുള്ളതാണ് ഒരു ചോദ്യമായിട്ട് വരുന്നത്. ഇതിനായി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു പരിഹാരം അന്വേഷിക്കുകയാണ്. കാരണം എല്ലാവർക്കും ഈ സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അപ്പം അതിനെന്താണ് ഒരു പരിഹാരം ചെയ്യാൻ പറ്റുക? ഇതിനായി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിൻ്റെ അടുത്തായിട്ട് തന്നെ മറ്റൊരു വാചകം കൂടിയുണ്ട്. മറ്റേതൊരു പ്രശ്നവും പോലെ സെക്സും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അപ്പോഴേക്കും അത് അതിൻ്റെ പരിഹാരം ചെയ്യുന്നു എന്നുള്ളത് വന്നു കഴിഞ്ഞു. മറ്റേതൊരു പ്രശ്നവും പോലെ, അല്ലാണ്ട് ഇതൊരു വലിയ ഒരു സ്പെഷ്യൽ ഐറ്റം നമ്പർ ഒന്നും അല്ലത്. മറ്റേതൊരു പ്രശ്നവും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെ സെക്സും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ബിഗ് ബുക്കിൽ ഇത്രയും കണിശമായിട്ട്, ഇത്രയും സ്പഷ്ടമായിട്ട് ഈ കാര്യത്തെ പറ്റിയിട്ട്, ലൈംഗികതയെക്കുറിച്ചിട്ടും ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളെപ്പോലെയുള്ള മദ്യാസക്തരുടെ മാത്രമൊന്നും പ്രശ്നമല്ല. കാരണം ഇത് പൊതുസമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമാണിത്. ഞാൻ ഈ കുടുംബ കോടതിയിൽ സ്ഥിരമായിട്ട് ജോലി സംബന്ധമായിട്ട് പോകുന്ന ഒരാളാണ്. അവർക്ക് ദമ്പതിമാരെ തമ്മിൽ പിരിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ പോലെയുള്ള മനഃശാസ്ത്രജ്ഞരുടെ ഒരു കയ്യൊപ്പ് സീലും ആവശ്യമാണ് അവിടെ. ഞങ്ങളൊന്നും ചെയ്യാറില്ല, അവിടെ പോയിട്ട് ഇവരെ അടുപ്പിക്കാറൊന്നും ശ്രമിക്കാറൊന്നുമില്ല. കാരണം അത് നടക്കില്ല. അത് വളരെ പ്രായോഗിക വിരുദ്ധമാണ്. അവരെല്ലാം തീരുമാനിച്ചു വരുന്നവരാ, പിരിയാൻ തീരുമാനിച്ചു വരുന്നവരാ. ഇനി 1 മണിക്കൂർ കൊണ്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമുക്കും അറിയാം. പക്ഷെ അത് അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളൊന്ന് ഒരു സൈക്കോളജിസ്റ്റും സീല് വെച്ചിട്ട് ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പം അവിടെ ചെല്ലുമ്പം മനസ്സിലാക്കിയൊരു കാര്യം, ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്, ഈ പിരിയൽ, ദാമ്പത്യം തകരുന്നെന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യം, അതിലെ ഒരു പ്രധാന കാരണം നമ്മൾ കോടതിയിൽ ഇരിക്കുമ്പോൾ അവരുടെ വാദവും പ്രതിവാദവും ഒക്കെ കേൾക്കുമ്പം മനസ്സിലാകുന്നതാണ്. അവിടുത്തെ ഒരു പ്രധാന കാരണം, ഡിവോഴ്സിൻ്റെ ഒരു പ്രധാന കാരണം പലപ്പോഴും സെക്ഷൽ പ്രോബ്ലംസ് തന്നെയാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു മദ്യാസക്തൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് പറയാൻ കൂടിയാണ്. ഞാൻ കോടതിയിൽ നിന്ന് കേട്ടൊരു വാക്ക് എനിക്ക് അതിശയം തോന്നിയൊരു വാക്കാണ്. ഒരു നല്ല കാണാനൊക്കെ നല്ല സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി, ചെറുപ്പക്കാരി, അവള് കൂട്ടിൽ കയറിയിട്ട് അവൾക്ക് ഡിവോഴ്സിനുള്ള കാരണം ബോധിപ്പിക്കുന്ന എന്താണുള്ളത് എന്ന് വക്കീൽ ചോദിച്ചപ്പോൾ അവള് ഒരു കൂസലും ഇല്ലാതെ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് അതിശയം തോന്നിപ്പോ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? കാരണം എൻ്റെ പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കതൊരു വലിയൊരു അതിശയമാണ്. ആ കുട്ടി പറഞ്ഞത് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് എന്നാണ്. ഞാൻ തൃപ്തയല്ല. പരസ്യമായിട്ട് കോടതിയിൽ വെച്ചിട്ട് ആ കുട്ടി പറയുകയാണ്, ഞാൻ തൃപ്തയല്ല, അവള് ലൈംഗികമായിട്ട് തൃപ്തയല്ല എന്ന്. ഭർത്താവിൽ നിന്നും ലൈംഗികമായിട്ട് തൃപ്തി ലഭിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് അവളുടെ ഡിവോഴ്സിനുള്ള ഒരു കാരണമായിട്ട് അവള് മുന്നോട്ട് വെക്കുന്നത്. അപ്പോഴാണ് ഞാൻ എൻ്റെയൊക്കെ തലമുറയിൽ ഈ ലൈംഗിക തൃപ്തി എന്താന്ന് പോലും അറിയാത്ത സ്ത്രീകളാണ് കൂടുതൽ. ഭൂരിഭാഗം അത് തന്നെയാണ്. ഇങ്ങനെയൊരു ഐറ്റം ഉണ്ടെന്ന് പോലും അവർക്കൊന്നും അറിയില്ല. ഈ സെക്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നൊരു സാധനം അതിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് അറിയാത്തതാണ് ഭൂരിഭാഗവും ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ആ സ്ത്രീകളൊക്കെ. ഈ ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ച എന്ന വാക്ക് കേൾക്കാത്ത എത്രയോ സ്ത്രീകളുണ്ട്. അവർക്കത് എന്താന്ന് പോയിട്ട് അത് കേട്ടിട്ട് പോലും ഇല്ല. അങ്ങനെ ഒരു സമ്പ്രദായം ഉള്ളതായിട്ട് പോലും അറിയില്ല. ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലെത്തുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കും, ഈ പറഞ്ഞ രതിമൂർച്ച എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പോലും അറിയാത്ത ആൾക്കാർ. ഈ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സ്ത്രീകൾക്കൊന്നും അവർക്കൊന്നും ഇത് എന്താന്ന് പോലും അറിയില്ല. അവരുടെ എന്താ ലഭിക്കുന്നത് അതായിരിക്കും ഇത് എന്ന് മാത്രം വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നതിൻ്റെ ഇടയിൽ
അവർക്ക് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്, ഞാൻ തൃപ്തയല്ല എന്ന് പറയാൻ പറ്റാത്തതും, അതുകൊണ്ട് തന്നെ ഡൈവോഴ്സ് റേറ്റ് ഒക്കെ അവിടെ കുറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം. പുതിയ തലമുറയിൽ അത് കൂടുന്നത് പുതിയ കുട്ടികൾക്ക് അറിയാം, അവർ കുറച്ചും കൂടെ ബുദ്ധിമാന്മാരാണ്, അവർക്കറിയാം ഈ ദാമ്പത്യം എന്ന് പറയുന്നതിൽ ഒരു വലിയ ഘടകം ലൈംഗികതയാണെന്നും അതിൻ്റെ പൂരണങ്ങൾ എന്തൊക്കെയാണെന്നും അവർക്ക് നല്ല ബോധ്യമുണ്ട്. അത് തനിക്ക് തരാൻ കഴിയാത്ത ഒരു പങ്കാളിയെ എനിക്ക് വേണ്ട എന്ന് പരസ്യമായി പറയാനുള്ള ആത്മധൈര്യവുമുണ്ട്. അതൊരു വളർച്ചയായിട്ട് തന്നെ വേണം നമുക്ക് കാണാൻ. ഈ പുതിയ സമൂഹത്തിന്റെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, അതും കൂടെ പറയാതെ മുന്നോട്ട് പോകാൻ വയ്യ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ സമൂഹം നമ്മൾ ഈ പറയുന്ന ആൽഫ ജെൻ എന്നൊക്കെ ആൽഫ സി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ആ പുതിയ കുട്ടികൾ അവർ ഈ ലൈംഗികതയെ കാണുന്നത് വളരെ വളരെ പഠിച്ചിട്ടൊക്കെ തന്നെയാണ്. അവർക്ക് അറിയാം, കാര്യങ്ങൾ പലതും അറിയാം. പക്ഷെ അതുപോലെ തന്നെ അവരുടെ തലയിലും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതിനെപ്പറ്റി കയറിയിരിപ്പുണ്ട്. അത് ഈ നവമാധ്യമങ്ങൾ ഉണ്ടാക്കി വിടുന്ന ഒരു വലിയൊരു പ്രശ്നങ്ങളുണ്ട്. ഇന്നതാണ് ഈ ലൈംഗികതയുടെ എല്ലാ അഴുക്കുചാലു വഴിക്കും നവമാധ്യമങ്ങൾ സഞ്ചരിക്കാറുണ്ട്. അതിനെ എല്ലാം കവച്ചു വെക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലുള്ളത് പോർണോഗ്രഫി സൈറ്റ്സ് ആണ് ഇന്നിപ്പം നമ്മളെ ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം. എല്ലാവരുടെ ഫോണിലും പോർണിലേക്ക് കടക്കാനായിട്ടുള്ള എല്ലാ ആക്സസും ഉള്ളവരാണ് നമ്മളെല്ലാം. ചെറുപ്പക്കാർക്കും അത് എപ്പോഴും അവർക്കും അതിൽ പ്രവേശിക്കാം, അത് ആസ്വദിക്കാം. അത് പലപ്പോഴും അതൊരു രോഗാവസ്ഥ വരെ എത്താറുണ്ട്, അതും ഒരു അഡിക്റ്റീവായിട്ട് മാറുന്നുണ്ട്. അതൊക്കെ പുതിയ കാലത്തിൻ്റെ ഓരോ പുതിയ രോഗങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, പുതിയ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഈ ലൈംഗികത കടന്നു വരുന്നതിൻ്റെ ഒരു കാരണം പോൺ സൈറ്റ്സ് നിന്ന് അവർക്ക് കിട്ടുന്ന തെറ്റിദ്ധാരണകളാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോൺ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അസ്വാഭാവികമായ ലൈംഗിക ചേഷ്ടകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമല്ല എന്ന് നമുക്ക് പറയാൻ തോന്നില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതൊക്കെ. അപ്പം അതിനകത്തുള്ള ചേഷ്ടകൾ പലതും സ്വാഭാവികമല്ലാത്തവയാണ് എന്ന് നമ്മളെ യുക്തി ഉപയോഗിച്ചിട്ടൊന്നും നമുക്ക് വിലയിരുത്താനൊന്നും സാധിക്കാറില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ വിചാരിക്കും. ഇതൊക്കെ നിത്യജീവിതത്തിലെ ലൈംഗിക ജീവിതത്തിലെ ആവശ്യ ഘടകങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു പുരുഷന്റെ ഈ ലിംഗം, അതിൻ്റെ വലുപ്പം, ഇതെല്ലാം കണ്ടിട്ട് ഈ പോൺ സൈറ്റിലുള്ള ആ വലുപ്പം കണ്ടിട്ട് അന്ധരായി പോകുന്ന കുട്ടികളുണ്ട്. ഇതായിരിക്കും അതിൻ്റെ യഥാർത്ഥ വലുപ്പം, ഇങ്ങനെയൊക്കെ വേണം, എൻ്റെ ആൾക്ക് ഇതൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ. ഇതിൽ നിന്നെല്ലാം ഉണ്ടായി വരുന്നത് പ്രശ്നങ്ങൾ തന്നെയാണ്. മറ്റൊന്ന്, ആണുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ സൗണ്ടിലൊക്കെയുള്ള സീൽക്കാരങ്ങൾ ഉണ്ടാവും. സെക്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ സീൽക്കാരങ്ങൾ നമ്മൾ പറയില്ല, ഒച്ചയിടലും ഈ രതിമൂർച്ചയൊക്കെ എത്തുമ്പോഴുള്ള അലമുറയും അലർച്ചയും, ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് സെക്സ് എന്ന് ഒരു തെറ്റിദ്ധാരണ നമ്മളുടെ ഇടയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് സെക്സ് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്വന്തം കിടപ്പറയിൽ കയറിയിട്ട് ഇതൊക്കെ പ്രതീക്ഷിക്കാൻ തുടങ്ങിയാലുള്ള അവസ്ഥ എന്താ? ഇവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പം നേരത്തെ ആ കുട്ടി പറഞ്ഞ അതൃപ്തി എന്ന് പറയുന്ന വാക്ക്, ലൈംഗികമായ അതൃപ്തി ഉണ്ടാകുന്നത് ഇവിടെ നിന്നൊക്കെയാണ്. ഇതൊക്കെയാണ് പൊതുവെ പൊതുസമൂഹത്തിൽ വരെ കണ്ടുവരുന്നൊരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയെല്ലാം ഈ സെക്സിൻ്റെ കാര്യത്തിൽ ഒരു വൈകാരികമായ ഒരു ബോണ്ടിങ് നടക്കണം, വൈകാരികമായ ഒരു കൂടിച്ചേരൽ. അതിന് ശേഷം വരുന്ന ശാരീരികമായ കൂടിച്ചേരൽ വളരെ ഭംഗിയുള്ളതായി മാറുന്നു എന്നാണ് കണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലായി കാണും. ആദ്യം വരേണ്ടത് ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ്, വൈകാരികമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ. രണ്ട് വ്യക്തികൾ, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വൈകാരികമായിട്ടുള്ള
ഒരു ബന്ധം സ്ഥാപിച്ചതിന് ശേഷം ഉണ്ടാവുന്ന ശാരീരികമായ ബന്ധം അല്പം കൂടി അല്ലെങ്കിൽ ഒരു നല്ല പരിധി വരെ ഭംഗിയുള്ളതായിരിക്കും. അത് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആദ്യ രാത്രിയും മധുവിധു രാത്രികളും തമ്മിൽ എടുത്താൽ, ആദ്യ രാത്രിയിൽ ഈ പരിചയമില്ലാത്ത രണ്ടുപേര്, ഇപ്പൊ അങ്ങനെയൊന്നും അല്ല, ഇപ്പൊ പരിചയമൊക്കെ പെട്ടതിന് ശേഷമൊക്കെ ആണെങ്കിലും പഴയ കാലത്തൊക്കെ ഒരു പരിചയമില്ലാത്ത രണ്ടുപേരെ ഒരു മുറിക്കകത്താക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇമോഷനും ഇല്ല, ഒരു ബോണ്ടിങ്ങും ഇല്ല, അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഓക്കെ, പക്ഷെ അവരത് തുടർന്ന് അവരുടെ ഹണിമൂൺ ഒക്കെ ആകുന്ന സമയത്തേക്ക് അവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവുന്നു. അവരുടെ രതി വളരെ ഭംഗിയുള്ളതായിട്ട് പരിണമിക്കുന്നു, മാറുന്നു. അപ്പൊ ദാമ്പത്യം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കൂടിച്ചേരലുകളുടെ ഒരു ആകത്തുകയായിട്ട് വേണം കാണാനുള്ളതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സൈക്ലിക് ആയിട്ടുള്ള റിയാക്ഷനാണ്. അതായത് ഈ വൈകാരികമായ അടുപ്പം കൂടുമ്പോൾ ശാരീരികമായ അടുപ്പത്തിന് ഭംഗിയുണ്ടാകുന്നു. ശാരീരികമായ അടുപ്പം നന്നാകുമ്പോൾ വൈകാരികമായി ഒന്നുകൂടി അടുക്കുന്നു. അതിങ്ങനെ റൗണ്ട് ഒരു വട്ടം പോലെ ഒരു കാര്യമായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ ഈ സൈക്കിളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. വൈകാരിക അടുപ്പം കൂടുന്നു, ശാരീരികമായിട്ടുള്ള അടുപ്പത്തിന് ഭംഗി വയ്ക്കുന്നു, ശാരീരികമായ അടുപ്പങ്ങൾ കൂടുന്നു, വൈകാരികമായ അടുപ്പത്തിന് ഭംഗി വയ്ക്കുന്നു. അതിൻ്റെ ഇടയിലേക്ക് കയറി വരുന്നു ആര്? മദ്യം. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുന്ന ഒരു ദാമ്പത്യത്തിനകത്തേക്ക് മദ്യം കയറി വരുന്നു. പഴയൊരു ഹിന്ദി സിനിമയുണ്ട്, അതിൻ്റെ പേര് പതി പത്നി ഓർ വോ എന്നാണ്. അതായത് ഭർത്താവ്, ഭാര്യ, കാമുകി. ഇവിടെ മദ്യത്തെ നമ്മൾ മതാലസ്യായ ഒരു കാമുകിയായിട്ട് സങ്കല്പിച്ചാണ്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലേക്ക് കയറി വരുന്ന മതാലസ്യായ ഒരു കാമുകി. അത് തന്നെയാണ് ഞാനൊക്കെ പലപ്പോഴും ഈ കാവ്യാത്മകമായിട്ടൊക്കെ ആണെങ്കിലും സത്യം തന്നെയായിരുന്നു അത്. ഭാര്യ ഉണ്ടെങ്കിലും മദ്യം എൻ്റെ കാമുകിയാണ് എന്നുള്ളൊരു സങ്കല്പം. മദ്യമാണ് എൻ്റെ മതാലസ്യായ കാമുകി, അവളുമായിട്ടാണ് എനിക്ക് രമിക്കാൻ കൂടുതൽ ഇഷ്ടം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പണ്ടൊക്കെ അഹങ്കാരത്തിലൊക്കെ പറഞ്ഞു നടന്നിട്ടുണ്ട്. പിന്നെയല്ലേ നമ്മൾ അറിയുന്നത് ഇത് മറ്റേ എന്താ പറയുക, മറ്റേ കള്ളിയങ്കാട്ട് നീലിയാണെന്ന് പിന്നെയാ മനസ്സിലാക്കുന്നത്. അടി കിട്ടിയപ്പോഴല്ലേ വേദന അറിയുന്നുള്ളൂ. അതുവരെ വിചാരിച്ചു ഇവള് വലിയ സംഭവമാണ് മദ്യം എന്നൊക്കെ വിചാരിച്ച് നെഞ്ചോട് അടുക്കി പിടിച്ച് കൊണ്ടാടുന്നു, ദൈവതുല്യമായി കണ്ടു, മാലാഖയെ പോലെ കൊണ്ടാടുന്ന ഒരു സാധനം കുറച്ച് കഴിഞ്ഞപ്പോൾ ചോര കുടിക്കാൻ തുടങ്ങിയ യക്ഷിയായിട്ട് മാറിയപ്പോഴാണ് കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി തുടങ്ങി. അപ്പം ഈ ത്രികോണം, ഈ ഭർത്താവ്, ഭാര്യ, മദ്യം എന്ന് പറയുന്ന ഈ ത്രികോണം, ഈ കാമുകി, ഓക്കെ, ഈ ത്രികോണം ഒരു ശത്രുതാപരമായ ത്രികോണം ആകുന്നതിന് മുൻപ്, ഇത് കുറെ കഴിയുമ്പോഴാണ് ശത്രുതാപരമാവുന്നത്, പക്ഷെ അതിന് കുറെ മുൻപ് തുടക്കത്തിലൊക്കെ ഇതൊരു വളരെ സ്നേഹഭരിതമായ ഒരു ത്രികോണമായിരുന്നു എന്ന് മനസ്സിലാക്കാം. അതായത് അവിടെ ഭയങ്കര പ്രണയമൊക്കെ ഉണ്ട്. ഇവർ മൂന്ന് പേരും തമ്മിൽ പ്രണയിച്ച് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സെക്സിന് മുൻപേ ഒരു 2 എണ്ണം അടിച്ചിട്ട് 2 ഡ്രിങ്ക് ബിഫോർ സെക്സ്, ഓക്കെ, അപ്പൊ എന്ത് പറ്റുന്നു? നമ്മുടെ മദ്യം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഇൻഹിബിഷൻസ് മാറുന്നു എന്നുള്ള. ഇൻഹിബിഷൻസ് ഞാൻ ഉദ്ദേശിച്ചത്, മദ്യത്തിന് അങ്ങനെ ഒരു വലിയൊരു ഒരു കഴിവുണ്ട്, ഈ തടസ്സങ്ങൾ ഇല്ലാതാക്കും മനസ്സിന്. അതാണ് ഞാൻ ഇൻഹിബിഷൻസ് എന്ന് ഉപയോഗിച്ചത്. മദ്യം നമ്മളെ എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതെയാക്കും, അല്ലെങ്കിൽ വിലക്കുകളെ മദ്യം ഇല്ലാതെയാക്കി തരുന്നു, പ്രതിബന്ധങ്ങളെ ഇല്ലാതെയാക്കുന്നു, ചമ്മൽ പോലും ഇല്ലാതെയാക്കി തരും. കണ്ടിട്ടില്ലേ നമ്മൾ ഈ 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ പലരും ഇംഗ്ലീഷ് പറയാനായിട്ട് തുടങ്ങും. അതെന്താന്ന് വെച്ചാൽ അതുവരെ ഇംഗ്ലീഷ് പറയാനായിട്ട് ഒരു ചമ്മലൊക്കെ ആയിരുന്നു, പറഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ഭയപ്പാട്, അങ്ങനെ ഒരു തടസ്സവും ഒരു വിലക്കും ഒക്കെ ആയിരുന്നു. പക്ഷെ 2 എണ്ണം അടിച്ചു കഴിയുമ്പോൾ തടസ്സവും പോയി, വിലക്കും പോയി, അയാൾ ദാണ്ടെ കിടക്കുന്നു, ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് പറയാൻ തുടങ്ങും. ഇതുപോലെ തന്നെയാണ് കള്ളുഷാപ്പിലെ പാട്ട്. ഇത് ഈ വിലക്കും തടസ്സവും പ്രതിബന്ധവും ചമ്മലും ഒക്കെ പോകുന്ന സമയത്ത് അങ്ങോട്ട് പാടാൻ തുടങ്ങുകയല്ലേ നമ്മളൊക്കെ.
എത്ര പാട്ടുകാരെ നമുക്ക്, ഷാപ്പിലെ പാട്ടുകാരെ അറിയാം. നമ്മളെ ജീവിതത്തിന്റെ ഇടയിൽ നമ്മൾ എത്ര പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ആ വിലക്കൊക്കെ പോയി, ധൈര്യം വന്നു അങ്ങോട്ട് അങ്ങ് പാടുക. അത് പോട്ടെ, ആടുന്ന ആൾക്കാർ ആടും. വെള്ളമടിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആടിയിട്ടുണ്ട്. പക്ഷെ ഈ ആട്ടം ആ ആട്ടമല്ല, ഇതൊരു നൃത്തമാടുന്ന ഒരവസ്ഥ വരെ എത്തും. നമ്മളൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഗെറ്റ് ടുഗദറിൽ, അതുവരെ വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ടേ പഠിപ്പിസ്റ്റായിരുന്ന ഒരുത്തൻ ഇപ്പൊ വലിയ എഞ്ചിനീയറൊക്കെ ആയിട്ട് വലിയ വലിയ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആളാണ്. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കിടന്നുകൊണ്ട് ഭയങ്കര ഡാൻസ്. അതാണ് ഇൻഹിബിഷൻസ് മാറ്റുന്ന ഒരു സാധനമാണ് മദ്യം. അപ്പം സെക്സിന് മുൻപേ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഈ കിടപ്പറയിൽ ഇത് തന്നെ സംഭവിക്കും. ഈ തടസ്സങ്ങൾ പോവും, വിലക്കുകൾ പോവും, എല്ലാത്തരം പ്രതിബന്ധങ്ങളും ഇല്ലാതെയാവും, ഒരു ചമ്മലും ഇല്ലാതെയാവും. അപ്പൊ എന്താ പറ്റുന്നേ? എന്തുമാകാം, കിടപ്പറയിൽ എന്തുമാകാം എന്നുള്ളൊരവസ്ഥ വരും. ഒരു വിലക്കുമില്ല, എന്തും ചെയ്യാം. അല്പം മദ്യം കിടപ്പറയിലേക്ക് എത്തിക്കഴിയുമ്പം നമ്മൾ പറയാൻ മടിക്കുന്നതെല്ലാം പറഞ്ഞു തന്നിരിക്കും. അതാണ് ഈ സെക്സിന്റെ ഇടയിൽ നമ്മളെ സഭ്യമായ ഭാഷ പോലും ചിലപ്പോൾ പോകും. എടാ, എടി എന്നുള്ള വിളികളിൽ നിന്ന് മാറി തെറിവചനങ്ങൾ പറയുന്നതിലൂടെ ഒരു രതിക്ക് അല്പം കൂടി മൂർച്ച കൂടാറുണ്ട്. പിന്നെ സഭ്യമല്ലാത്ത പല വാക്കുകളും നമ്മൾ കിടപ്പറയിൽ സെക്സിന്റെ സമയത്ത് ഉപയോഗിച്ച് കാണാറുണ്ട്. ഇതൊക്കെ ഈ ഈ ഈ ഈ തടസ്സം മാറി കിട്ടിയതിന്റെ ഒരു ഭാഗം കൂടിയാണ്. അതായത് ചെയ്യാൻ മടിക്കുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇത് തന്നെ അവസ്ഥ. കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ കാളക്കൂറ്റന്മാരായി മാറുകയാണ് കിടപ്പറയിൽ. ഓക്കെ, അപ്പൊ ഭാര്യമാർക്ക് അതിൽ എതിർപ്പില്ല എന്ന് മാത്രമല്ല, അവർക്ക് അല്പം ഇഷ്ടവും കൂടും. കാരണം അമ്മാതിരി പെർഫോമൻസ് ആണല്ലോ നടത്തുന്നത്. അപ്പം നമ്മളെ മതാലസ്യായ ആ കാമുകി, മദ്യം എന്ന് പറഞ്ഞ ആ കാമുകി, ഒരേ സമയത്ത് നമ്മളെയും നമ്മളെ ഭാര്യയെയും കയ്യിലെടുത്ത് അമ്മാനമാടുന്ന കാഴ്ചകളും ആ നാളുകളിൽ കാണാൻ പറ്റും. അല്ലേ? എന്ത് ഈസി ആയിട്ടാ കയ്യിലെടുത്ത് കളഞ്ഞത്. പിന്നീട് ഇതങ്ങനെ അങ്ങ് പോയിട്ട് മദ്യം അമിതമാകുന്നു എന്ന് രണ്ടാമത്തെ ഒരവസ്ഥയിലേക്ക് എത്തി. അതുവരെ മദ്യം കയറി വന്നു, ഈ കണ്ട കാര്യങ്ങളെല്ലാം മൂപ്പരൊപ്പിച്ചു. ഓക്കെ, അതായത് ത്രികോണത്തിന്റെ ഇടയിൽ ഒരു ശത്രുതയില്ല, അതിന് പകരം വളരെ സ്നേഹമാണുള്ളത്, പെർഫോമൻസിനെ അധികമാക്കി, അത് കെട്ടിയോക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് ഇത് വളർച്ചയുടെ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്യം അമിതമാകുന്നു. അപ്പോഴെന്താ സംഭവിക്കുന്നത്? അപ്പം അതുവരെയുള്ള പ്രകടനം, അതായത് കിടപ്പറയിലെ പ്രകടനം, അത് സ്വാർത്ഥമാകാൻ തുടങ്ങും. പലതരത്തിലുള്ള മാറ്റങ്ങളാണ് വരിക. അതിലൊന്ന്, ഈ സെക്ഷൽ ആക്ട് എന്ന് പറയുന്നത്, ആ പ്രകടനം അത് സ്വാർത്ഥമാകും. എന്ന് വെച്ചാൽ എൻ്റെ തൃപ്തി മാത്രം മതി എന്നുള്ള ചിന്തയിലേക്ക് കടക്കും. അതായത് പങ്കാളിയുടെ തൃപ്തിയെ പറ്റിയിട്ടൊന്നും യാതൊരു മൈൻഡും ഉണ്ടാവില്ല. എനിക്ക് ലഭിക്കേണ്ട തൃപ്തി ലഭിച്ചാൽ മാത്രം മതി. ചില സമയങ്ങളിൽ അക്രമാസക്തരാകുന്നതായിട്ട് തന്നെ കാണാം. അതും കോടതിയിലൊക്കെ വരാറുണ്ട് കേട്ടോ. ഈ കിടപ്പറയിലെ പിന്നെ ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞിട്ട്, റേപ്പ് ഇൻസൈഡ് ദ ബെഡ്റൂം, അതെത്രയോ നടന്ന്, അതൊക്കെ ഈ മദ്യവും മയക്കുമരുന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ വിപത്തുകളാണത്. നമ്മളെ ആവശ്യം സാധിക്കാൻ വേണ്ടി സമ്മതിച്ചു തന്നിട്ടില്ലെങ്കിൽ ശരിക്കും ബലാത്സംഗം വരെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. സ്വന്തം ഭാര്യയാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. മൂന്നാമത് വേറൊരു കാര്യം വരുന്നത്, ഈ അക്രമാസക്തരാകുന്നതിൻ്റെ മറ്റൊരു വശം കൂടിയാണ് ഈ ലൈംഗികമായിട്ടുള്ള വൈകൃതങ്ങൾ. അത് എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങും. ഇത് എവിടെയൊക്കെയോ കണ്ടിട്ട് ഒക്കെയാണ് ഇതെല്ലാം ചെയ്യാൻ മുതിരുന്നത്. അല്ലാതെ ഇത് ജൈവികമായിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല. ഈ വൈകൃതങ്ങളിലേക്ക് കടക്കുന്നു. അപ്പൊ അതിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരാൾ നമ്മുടെ സ്വന്തം ഭാര്യ തന്നെയായിട്ട് മാറുന്നു. ഈ മദ്യം അമിതമാകുമ്പോഴുണ്ടാകുന്ന സുബോധമില്ലാതെയാകുന്ന ലൈംഗിക സുബോധമാണ് പോയി പോകുന്നത്.
ആ സമയത്താണ് ഈ വൈകൃതങ്ങളിലേക്കൊക്കെ കടക്കുന്നത്. ഇന്ത്യൻ നിയമപ്രകാരം സൊഡോമി എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. സൊഡോമി എന്ന് പറയുന്നത് ഈ ഗുദമൈഥുനം എന്ന് പറയും, പുറകിൽ നിന്നുള്ള വേഴ്ച. അത് പിന്നെ നിയമവിരുദ്ധമാണെന്നാണ് അത്. അതിനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെന്നൊക്കെ ഇരിക്കും. ഇതൊക്കെ എക്സസ് ആവുമ്പോൾ, നമ്മളൊരു വിഷയം തന്നെ അമിതത്തെ പറ്റി സംസാരിച്ചിരുന്നു മുമ്പ്. മദ്യം അമിതമാകുന്ന സമയത്ത് ലൈംഗികമായിട്ടുള്ള സുബോധത്തിന് സംഭവിക്കുന്ന അപജയങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പറയാൻ. അപ്പൊ പ്രകടനം സ്വാർത്ഥമാകുന്നു എന്നുള്ള ഘട്ടത്തിൽ നിന്നും പ്രകടനം മോശമാകാൻ തുടങ്ങുന്നു. അത് മദ്യം അമിതമാകുമ്പോഴുള്ള കാര്യങ്ങളിലൊരു രണ്ടാമത്തെ ഒരു കാര്യം. പ്രകടനം എങ്ങനെയാണ് മോശമാകുന്നത്, പെർഫോമൻസ് മോശമാകുന്ന എപ്പോഴാണ്? അതിന് ഇപ്പം നമ്മൾ പറയാം, ചിലപ്പം ശീഘ്രസ്ഖലനം സംഭവിച്ചു എന്നിരിക്കും, പെട്ടെന്ന് പോയിപ്പോവും. അത് പ്രകടനം മോശമാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. രണ്ടാമത് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത്ര ഉദ്ധാരണം ഉണ്ടാവാത്തൊരു അവസ്ഥ വരും. നമ്മൾ പറയില്ല ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. അപ്പം അതും പ്രകടനം മോശമാക്കുന്നതിന് കാരണമാവും. അപ്പം മുമ്പ് എൻ്റെ തൃപ്തി മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് സെക്സിൽ ഏർപ്പെട്ട ഒരാള് അയാൾക്കും തൃപ്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഓക്കെ, അമിതമായിക്കൊണ്ടിരിക്കുന്ന മദ്യം ഉണ്ടാക്കിയെടുക്കുന്ന വ്യത്യാസങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനസികമായിട്ടുള്ള തലത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ ത്രികോണം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ. അതായത് ഭാര്യ, ഭർത്താവ്, പിന്നെ കാമുകി, അതായത് മദ്യം. ആ ത്രികോണം ഒരു ചതുരമായിട്ട് മാറാൻ തുടങ്ങും. കാരണം പ്രകടനം മോശമാകുന്ന സമയത്ത് ജാരൻ എന്നുള്ളൊരു നാലാമത്തെ ഒരു എലമെന്റും കൂടെ കയറി വരും. ഈ നാലാമന്റെ വരവ് സംശയത്തിന്റെ രൂപത്തിലായിരിക്കും മിക്കപ്പോഴും കയറി വരിക. അപ്പം നാലാളായി. അപ്പോൾ അവിടെ ത്രികോണം ചതുരമായി കഴിഞ്ഞു അവിടെ. അതായത് ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് വരിക, എൻ്റെ പ്രകടനം മോശമായിട്ടും, അപ്പൊ ഇയാൾക്ക് തന്നെ അറിയാം മോശമാണ് പ്രകടനം എന്ന്. എൻ്റെ പ്രകടനം മോശമായിട്ടും അവൾക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ, അവക്ക് കിട്ടേണ്ടത് മറ്റാരോ കൊടുക്കുന്നുണ്ട്. സംശയം മുളയ്ക്കാൻ തുടങ്ങി. അവക്ക് കിട്ടേണ്ട ആ തൃപ്തിയൊക്കെ വേറെ ആരോ വന്ന് സപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര മോശമായിട്ട് പ്രകടനം നടത്തിയിട്ടും അവൾക്ക് ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ അങ്ങ് കിടക്കും. എത്ര എത്ര വിചിത്രവും അതുപോലെ തന്നെ എത്ര സ്വാഭാവികവുമാണ് മദ്യം മനസ്സിലുണ്ടാക്കുന്ന ഓരോരോ ഈ വിക്രസുകൾ എന്ന് ആലോചിക്കുമ്പോൾ. ഇപ്പം നമ്മൾ സുബോധവാന്മാരായിരിക്കുന്ന ഈ സമയത്ത് അത് ഒരു തമാശയായിട്ട് തോന്നുമെങ്കിലും, നമ്മളൊക്കെ ഈ ഘട്ടം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ കൂടെ ജീവിച്ച ആൾക്കാരുടെ ബുദ്ധിമുട്ട് അതും കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഈ ഘട്ടത്തിൽ. കാരണം എന്തോരം സഹിച്ചെന്നേ അവരൊക്കെ. ഈ കണ്ട ഈ ഭ്രാന്തമായ ചിന്തയും കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടരെ ഇത്രയും കാലമൊക്കെ സഹിച്ച് കൂടെ കിടന്നില്ലേ, വലിയൊരു കാര്യം തന്നെയാണ് അതൊക്കെ. നമ്മളെപ്പോഴും ഞാൻ പറയാറുണ്ട്, അവർക്കൊക്കെ ഈ സഹനത്തിന് നൊബേൽ സമ്മാനം ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കേണ്ട ആൾക്കാരാണ് നമ്മുടെയൊക്കെ ഭാര്യമാർ. സഹനത്തിന് നൊബേൽ സമ്മാനം. ഓക്കെ, അപ്പൊ നമ്മളിപ്പം മദ്യം കയറി വന്നു ഒരു ഘട്ടം, മദ്യം അമിതമായി രണ്ടാമത്തെ ഘട്ടത്തിൽ. അപ്പോഴാണ് ഈ ത്രികോണം ചതുരമൊക്കെ ആയി മാറിയത്. ഇനി മദ്യം കീഴടക്കുന്ന ഒരു ലാസ്റ്റ് ഫൈനൽ ഘട്ടം, മദ്യം നമ്മളെ കീഴടക്കുന്ന ഒരു ഘട്ടം. അപ്പം നമ്മുടെ ലൈംഗിക ആ സൈഡില് നടക്കുന്നത് എന്താ? ഒരു പ്രകടനവും അവിടെ നടക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. ലൈംഗികമായിട്ട് ഇച്ഛകൾ പോലും ഇല്ലാതെയാവുകയാണ്, ആഗ്രഹങ്ങൾ പോലും ഇല്ലാതെയാവുക. മുമ്പ് ഏതാണ്ടൊക്കെയോ ഉണ്ടായിരുന്നു, ഏതാണ്ടൊക്കെയോ കാട്ടിക്കൂട്ടി, ഇപ്പൊ അതിന് പോലും ആവതില്ല, കുടിയോടുകുടിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, കിടപ്പറയിലെ ഒരുതരം ജീവശവങ്ങളായിട്ട് മദ്യാസക്തൻ മാറുകയാണ്. കിടപ്പറയിലെ ജീവശവം പോലെ മാറിപ്പോയി മുമ്പൊക്കെ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയും കാണാതിനെ,
ഈ മദ്യം കീഴടക്കി കഴിഞ്ഞ മദ്യാസക്തന്റെ കിടപ്പറയ്ക്കകത്ത് ഉണ്ടാകുന്ന വിസർജന വസ്തുക്കളൊന്ന് നോക്കിയാൽ മാത്രം മതി. അവിടെ ശുക്ലം എന്ന് പറഞ്ഞൊരു സാധനമേ ഉണ്ടാവില്ല. പകരം മൂത്രം ഉണ്ടാവും, മലം ഉണ്ടാവും, ഛർദിലുണ്ടാവും, വായി നൊലിക്കുന്ന കേലയുണ്ടാവും, വിയർപ്പുണ്ടാവും. ശുക്ലം ഉണ്ടാവില്ല. കാര്യം ഒരു പ്രകടനം അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ആരാണ്ട് ഏതാ പണ്ട് ഈ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ് നോവല്, ചരിത്ര നോവലുണ്ട്, CV രാമൻപിള്ള എഴുതിയത്. അതിൽ പറഞ്ഞൊരു വരി എന്ന് മാറ്റി പറഞ്ഞ രസമായിരിക്കും. ഈ മദ്യം കീഴടക്കി കഴിഞ്ഞ് മദ്യാസക്തന്റെ കിടപ്പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കുടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണിതല്ലോ കിടക്കുന്നു കിടക്കയിൽ, കോണകവും അഴിഞ്ഞയ്യോ ശിവശിവ എന്നുള്ളൊരു അവസ്ഥയിൽ എത്തി. മദ്യം ഉണ്ടാക്കി വയ്ക്കുന്ന ഈ പ്രശ്നം നമ്മൾ ഈ ലൈംഗികമായിട്ടുള്ള ആ പ്ലാറ്റ്ഫോമിൽ കാണുകയാണ്. ഓക്കെ, ഇനി നമ്മൾ നന്നാവാൻ തുടങ്ങി. ഇത്രയൊക്കെ എത്തി, മദ്യം മാറ്റിവെച്ചു, നമ്മൾ എങ്ങനെയൊക്കെയോ രക്ഷ പ്രാപിച്ചു, ദൈവം സഹായിച്ച് ഏലൊക്കെ എത്തിപ്പെട്ടു. നമുക്ക് സുബോധമൊക്കെ അല്പാൽപ്പം കിട്ടാൻ തുടങ്ങി. ആ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, അപ്പോഴാണ് അതുവരെ പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളും പണം വിടർത്താൻ തുടങ്ങും. മദ്യമൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല നടപ്പിലേക്ക് എത്തിക്കഴിയുന്ന സമയത്ത് അത്രയും കാലം ഈ കിടപ്പറയിലെ ജീവച്ഛവങ്ങളായവര് അല്പ ആരോഗ്യമൊക്കെ വെച്ചൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു കാര്യമുണ്ട്. അതാണ് ആർത്തി എന്ന് പറയും. ശരീരത്തോടുള്ള ഒരു ആർത്തി. ഇത്രയും കുറേ നമ്മൾ പിടിച്ചു നിർത്തി, ഇല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തതിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ചൊരു പെർഫോമൻസ് നടത്തിക്കളയാം എന്നുള്ളത്. അവിടെ സംഭവിക്കുന്ന വേറൊന്നുമല്ല, ഒരാസക്തി മാറ്റി വെച്ച് അടുത്ത ആസക്തി അവിടെ തുടങ്ങുകയാണ്. മദ്യം എന്ന് പറഞ്ഞ ആസക്തി മാറ്റി വെച്ചിട്ട് സെക്സ് എന്ന് പറഞ്ഞ ആസക്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അമിതമായ ഒരു ലൈംഗികാസക്തി ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ അന്വേഷിക്കാത്ത ഒരു കാര്യം, ഇതിന് അവള് തയ്യാറാണോ എന്നൊരു കാര്യമേ അന്വേഷിക്കപ്പെടുന്നില്ല. അതും കൂടെ വേണമല്ലോ. ദാമ്പത്യം എന്ന് പറയുന്നത് അതാണല്ലോ. അല്ലെങ്കിൽ നല്ല സെക്സ് എന്ന് പറയുന്നത് രണ്ടുപേരും ആയതിനു ശേഷം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. നമ്മൾ ഫുൾ തയ്യാറിലാണ്. അവള് തയ്യാറാണോ എന്ന് അന്വേഷിക്കാൻ പോലും ഉള്ള ഇതില്ല. മുമ്പ് ഞാൻ പറഞ്ഞ ആ വൈകാരികമായിട്ടുള്ള ബോണ്ടിങ്, അത് നമ്മുടെ അമിതമായ മദ്യപാനം കൊണ്ട് അത് തകർന്ന് തരിപ്പണായിട്ടുണ്ട്. ഈ വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമില്ല, വൈകാരിക ബന്ധം ഒട്ടുമില്ല. ഓക്കെ, ആ സമയത്താണ് നമ്മൾ കുടിയൊക്കെ നിർത്തിയിട്ട് മാന്യന്മാരായിട്ട് തിരിച്ചു വരികയാണ് കിടപ്പറയിലേക്ക്. അവിടെ കയറിയിട്ട് എന്താ പറയുക, കാടിളക്കിയൊരു കളിയാണല്ലോ. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒന്നും ഭാര്യമാര് വേശ്യകളല്ല എന്നുള്ളൊരൊറ്റ കാര്യം മനസ്സിലാക്കിയാണ്. നമ്മൾ ആവശ്യപ്പെടുമ്പം അവർ തയ്യാറായി നിന്ന് തരാൻ വേണ്ടിയിട്ട് അവർ വേശ്യകളൊന്നുമല്ല. അവർക്കും ചിന്തിക്കുന്നൊരു മനസ്സുണ്ട്. അവരും ഒരു ആഗ്രഹങ്ങളും ഇച്ഛകളും ഒക്കെയുള്ള ഒരു ശരീരം കൂടിയാണ്. അത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷമൊക്കെ ഈ വക അഭ്യാസങ്ങൾക്ക് നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മുടെ ആവശ്യം സാധിച്ചു തരാൻ കടന്നു തരുന്ന ഒരു കഷ്ണം സ്ത്രീയുടെ ഒരു മാംസമൊന്നും അല്ല ഭാര്യ. അതിനകത്ത് ഒരു മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ഹൃദയമുണ്ട്, വികാരമുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നും കാണാതെ ഒരു കഷ്ണം മാംസം എന്നുള്ള രീതിയിൽ മാത്രം അങ്ങ് സമീപിച്ചു കഴിഞ്ഞാൽ അപകടമാണത്, മോശമാണത്, തെറ്റാണത്. പിന്നെ നമ്മൾ സുബോധവാനാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്താ അർത്ഥമായിരിക്കുന്നത്? നമ്മൾ ലൈംഗികമായിട്ടുള്ള ഒരു സുബോധവും അല്ല അവിടെ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ലൈംഗിക സുബോധം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് നല്ലതാണ്. അവിടെ നമ്മൾ കാണിക്കേണ്ടത് ഒരു സൗമ്യമായിട്ടുള്ളൊരു പെരുമാറ്റ രീതി കൊണ്ടുവരിക.
ഞാൻ ഈ പറയുന്ന മദ്യം മാറ്റി വെച്ചിട്ട് നമ്മൾ സുബോധവാന്മാരായിട്ട് എത്തിയതിന് ശേഷമുള്ള ലൈംഗിക ജീവിതത്തിൽ ഒരു സൗമ്യത പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. അവിടെ ഒരു സംയമനം, പല കാര്യങ്ങൾക്കും ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ സംയമനം. അത് പഴയ ശീലങ്ങളാണല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിക്കിട്ടാൻ കുറച്ച് കാലതാമസം പിടിക്കും. എന്നാലും ഇത് ഈ കിടപ്പറയിൽ പ്രത്യേകിച്ചും ഈ സംയമനവും സൗമ്യവും അതോടൊപ്പം ഒരു ഔൺസ് സ്നേഹവും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് പയ്യെ 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 നമ്മുടെ കിടപ്പറ തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. എൻ്റെ ഹോസ്പിറ്റലൈസേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്ത് ഇതുപോലെ ഈ ആർത്തിയും പരവേശവും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അതിന് പകരം ഈ തിരിച്ചു കിട്ടിയ സുബോധത്തിന് ഒരു നന്ദിയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഏറ്റവും മോശപ്പെട്ട കാലത്തും എൻ്റെ കൂടെ നിന്ന് അവൾക്കൊരു നന്ദി സൂചകമായിട്ട് നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്ത്, നീ എന്താ എന്നെ ഇട്ടേച്ച് പോകാതിരുന്നേന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. അതായത് നീ എന്താ ഇത്രയൊക്കെ ആയിട്ട് നീ എന്താ എന്നെ ഇട്ടേച്ച് പോകാതിരുന്നേ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എന്നെ തോൽപ്പിക്കുന്ന തരത്തിലൊരു ഉത്തരം എനിക്ക് കിട്ടിയത്. അവൾ എന്നോട് പറഞ്ഞതാണ്, എനിക്ക് എന്നെക്കാളും ഇഷ്ടമാണ് നിന്നെ, എനിക്ക് എന്നെക്കാളും ഇഷ്ടമാണ് നിന്നെ. ഞാൻ തോറ്റുപോയി അവിടെ. അപ്പൊ ഇതൊക്കെയാണ് സാധ്യമാകുന്ന വൈകാരികമായിട്ടുള്ള ബോണ്ടിങ്ങിന്റെ തുടക്കം. ഒരിക്കൽ പൊട്ടിത്തകർന്ന് ആ ബോണ്ട് നമ്മൾ വീണ്ടും തിരികെ മെൻഡ് ചെയ്തെടുക്കുകയാണ്, ഉണ്ടാക്കിയെടുക്കുകയാണ് വീണ്ടും. അതിന് അത്യാവശ്യം വേണ്ടത് തിരക്ക് കൂട്ടാതെ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാത്തിനും ഉടൻ തിരക്കിൻ്റെ ആൾക്കാരാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്രാറ്റിഫിക്കേഷൻ വേണം. അപ്പം അതൊന്ന് അല്പം ഒന്ന് ശമിക്കട്ടെ, ആ തിരക്ക് കൂട്ടല്. കുറച്ച് സമയമെടുത്തിട്ട് തന്നെ കാര്യങ്ങൾ ശരിയായാൽ മതി. അപ്പം നമ്മുടെ ലൈംഗിക ജീവിതത്തിലേക്ക് കുറച്ച് സ്നേഹമൊക്കെ ചാലിച്ചിട്ട് പയ്യെ അതൊക്കെ അങ്ങ് വന്നോളും. അത് വരാതിരിക്കത്തൊന്നുമില്ല. പക്ഷെ കുറച്ച് സമയം എടുക്കും. ആ സമയം എടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം കൂടെ ആകാംക്ഷാഭരിതരാവാനോ അല്ലെങ്കിൽ സംഘർഷഭരിതരാവാനോ ഒന്നിനും നിൽക്കണ്ട. പിന്നെ ഈ ആർത്തിയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ മദ്യം മാറ്റിവെച്ച് സുബോധവാനായിട്ട് കിടപ്പറയിലേക്ക് പ്രവേശിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ആർത്തി പോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് നേരത്തെ ഞാൻ മുമ്പേ സൂചിപ്പിച്ച, പലപ്പോഴും ഈ ശീഘ്രസ്ഖലനവും അല്ലെങ്കിൽ ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഉദ്ധാരണശേഷി കുറയുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. നിരന്തരമായ മദ്യപാനവും ഇതുമെല്ലാം എന്താ കുത്തഴിഞ്ഞ ജീവിതമൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ജീവൻ ബാക്കിയുണ്ടല്ലോ എന്ന് ആദ്യം വിചാരിക്കുക. അത് തന്നെ, അത്രയെങ്കിലും ബാക്കി കിട്ടിയല്ലോ. ഇതൊക്കെ ചികിത്സിച്ച് ഭേദാക്കാവുന്ന കാര്യമാണ്. ഒറ്റ കാര്യം വിചാരിച്ചാൽ മതി, മറച്ചു പിടിക്കാതിരിക്കുക, ഇതൊന്ന് അടിച്ചമർത്തി വെക്കാതിരിക്കുക. ശരി, എനിക്ക് എൻ്റെ ലൈംഗിക ഉദ്ധാരണത്തിന് തകരാറുണ്ട് എന്നുള്ള വാസ്തവം മറച്ചു പിടിക്കാതിരിക്കുക. ആരെങ്കിലും കൊണ്ട് കാണിക്കുക. അതിനൊക്കെ ഇഷ്ടം പോലെ ഡോക്ടർമാരൊക്കെ ഏബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മളൊക്കെ ഈ അശക്തി സമ്മതിച്ചവരല്ലേ. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത് സമ്മതിച്ചുകൊണ്ടാണല്ലോ നമ്മളെ ഏകത്തോട്ട് കാലെടുത്ത് കുത്തിയത്. നമ്മളെക്കാൾ വലിയൊരു ശക്തിക്ക് ഇച്ഛകൾ മാത്രമല്ല നമ്മൾ വിട്ടുകൊടുത്തത്, നമ്മളെ ജീവിതവും. അതാണ്, ഇച്ഛകളും നമ്മുടെ ജീവിതവും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് ഈ വക എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മറച്ചു പിടിക്കാതെ, അത് അടിച്ചമർത്തി വെക്കാതെ, അത് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. അതിൽ ഒരു ചമ്മലും വേണ്ട, അതിന് മാറി നിൽക്കണ്ട. അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏത് രോഗം ഉണ്ടെങ്കിലും നമ്മൾ ചികിത്സിക്കാൻ പോകില്ലേ. നമുക്ക് മദ്യാസക്തി എന്ന് പറഞ്ഞ രോഗം ഉണ്ടായി, നമ്മൾ ചികിത്സിക്കാൻ പോയി, നമ്മൾ ഏതിലൂടെ സഞ്ചരിക്കുന്നു, അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നു. പരിഹാരം എല്ലാത്തിനും ഉണ്ടെന്നേ പരിഹാരം. എന്ന് പറയുന്ന പരിഹാരത്തിൻ്റെ ഒരു ഇടമാണ്. അവിടെ സൊല്യൂഷൻസ് ആണ് അവിടെ കിടന്നിട്ട് നടമാടുന്ന കാര്യം, അല്ലാണ്ട് പ്രോബ്ലംസ് മാത്രമല്ല അവിടെ. പിന്നെ ഈ ആർത്തിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉദാഹരണശേഷിയിലെ കുറവോ ശീഘ്രസ്ഖലനോ ഒക്കെ കഴിഞ്ഞ ശേഷം വേറൊരു അപകടകരമായ ഒരു കാര്യത്തിലേക്ക് ചിലപ്പം
ഈ മദ്യപാനം മാറ്റിവെച്ചവർ എത്തിപ്പെടാറുണ്ട്. അതാണ് ഈ താല്പര്യക്കുറവ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അതും ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം. ഇതിനോട് ഈ സെക്സിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയായി പോവുക. നിരന്തരം മദ്യപാനം ഇതിലൊക്കെ എത്തിക്കുന്നുണ്ട് നമ്മളെ. ഇതെല്ലാം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ച ഓരോ കാര്യങ്ങളാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇതെല്ലാം നമ്മൾ വിചാരിച്ചിട്ടൊന്നുമല്ലല്ലോ ഈ രോഗം നമ്മളെ ആക്രമിച്ചു. ഇപ്പോഴും പറയുന്നത് 100-ൽ 17 പേർക്ക് ആണ് രോഗാസക്തി ഉള്ളത്. ബാക്കിയുള്ളവർ കുടിച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തുന്നുണ്ട്. അവർക്ക് 2 എണ്ണം 3 എണ്ണം കഴിഞ്ഞാൽ മതി എന്ന് പറയാനായിട്ട് നാവ് പൊന്തുന്നുണ്ട്. നമ്മളെപ്പോലത്തെ ഈ എന്താ പറയുക, ഈ കഷ്ടകാലത്തിൽ ചെന്ന് ചാടിയ ആൾക്കാർക്ക് മാത്രം നോ എന്ന് പറയാൻ അറിയില്ല, എവിടെ നിർത്തണം എന്നറിയില്ല, കുടിച്ചുകൊണ്ടേയിരിക്കും. അതൊരു രോഗമാണെന്ന് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കിയപ്പോൾ നമ്മളെ ചികിത്സിക്കാനായിട്ട് മുന്നോട്ട് വന്നു. നമ്മളിപ്പോൾ സുബോധവാന്മാരായിരിക്കും. അപ്പം ഈ ഈ താല്പര്യക്കുറവ് പല കാരണങ്ങളും കൊണ്ടാവാം കേട്ടോ. അതായത് ചിലപ്പം ഈ ശാരീരികമായിട്ടുള്ള നല്ല ക്ഷീണമൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. ജോലിക്കൊക്കെ പോയിട്ട് നല്ല ക്ഷീണമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അത് ഒരു കാര്യമാണ്. ഈ സെക്സിനോടുള്ള താല്പര്യക്കുറവിന് നമ്മളെ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ. പിന്നെ വരുന്നത് ശാരീരികമായ ക്ഷീണം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനസികമായിട്ടുള്ള പിരിമുറുക്കം. ഇപ്പോൾ ജോലി സ്ഥലത്തെ സ്ട്രെസ്സ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെയിനാണ്, പിടി എന്നൊക്കെ. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഒരു വിഷയമായിട്ട് തന്നെ സ്ട്രെസ്സിനെ കുറിച്ചിട്ടൊക്കെ എത്രയോ തവണ എയിലെ നമ്മൾ പല ഹാൻഡിൽസിലും പ്ലാറ്റ്ഫോംസിലും ഒക്കെ അത് വരാറുണ്ട്. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ചില്ലറക്കാരനൊന്നുമല്ല, ഒരാളെ എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള ശക്തിയുള്ള സാധനമാണ് നിന്നു കൊടുത്താൽ. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെട്ട് നിൽക്കണം. കാരണം നമ്മൾ സുബോധ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഇത്തരത്തിലുള്ള മാനസിക പിരിമുറുക്കം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ. അപ്പം ഈ മാനസിക പിരിമുറുക്കം കൂടുന്ന സമയത്തും ഈ സെക്സിനോടുള്ള താല്പര്യക്കുറവ് പ്രകടമാവും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പരാജയ ഭീതിയാണ്. അതായത് സെക്സിലുള്ളൊരു പരാജയ ഭീതി. ആ ഭീതി കാരണം ഒരു താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു. അതൊരു മാസ്കിങ്ങാണ് ശരിക്കും. ശരിയായ കാരണം ഈ ഭയമാണ്. ഇതിനേറ്റവും നല്ലത് ആദ്യം നമ്പർ 1 ഈ പ്രശ്നം സ്വന്തം ഭാര്യമാരുമായിട്ട് പങ്കുവെക്കുന്നതിന് എന്താ അത്ര മടി? നമ്മളെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലേ പങ്കുവെക്കാനായിട്ടും കൂടിയാണ് അവരുള്ളത്. അപ്പം ഈ പ്രശ്നം ഭാര്യയായിട്ട് പങ്കുവെക്കുക. ഒരു പക്ഷേ മിടുക്കിയാണെങ്കിലുണ്ടല്ലോ, ചിലപ്പോൾ അവള് തന്നെ മുൻകൈ എടുത്ത് ഇതെല്ലാം മാറ്റിത്തരും. ആ മുൻകൈ എടുക്കലുണ്ടല്ലോ, അതിൽ ചിലപ്പോൾ ഇതെല്ലാം അങ്ങ് മാറിയിരിക്കും. എന്നിട്ടും മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രത്തിൻ്റെ അടുത്ത് പോകും, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും, എൻ്റെ കാര്യങ്ങൾ പറയും. എനിക്ക് ഇങ്ങനെയുണ്ട്, ഇപ്പം ഒട്ടും ഇൻട്രസ്റ്റ് തോന്നുന്നില്ല സെക്സിനോട്, അപ്പോൾ അതിനിപ്പോൾ എന്താ ഞാൻ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കുക. പരിഹാരങ്ങളുണ്ട് അവിടെ, മടിച്ചു നിൽക്കാതിരിക്കുക. ഇത് മിക്ക മദ്യാസക്തരും അനുഭവിച്ചതും പരിഹരിച്ചതുമാണ് ഈ പ്രശ്നം, ഈ താല്പര്യക്കുറവെന്ന് പറഞ്ഞു. എനിക്ക് നേരിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ ഈ ഡയാസൾഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന് ട്രീറ്റ്മെൻറ്റിന് ശേഷവും കഴിച്ചുകൊണ്ടിരുന്നു. 6 മാസത്തോളം അത് കഴിച്ചിരുന്നു. ആ മരുന്ന് കഴിക്കുമ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോൾ ഞാനത് തപ്പി നോക്കി. ഇത് ആൻറ്റബ്യൂസ് എന്ന് പറഞ്ഞൊരു പേരിൽ ബ്രാൻഡ് നെയിം അതാണ്, ഈ ഡയാസൾഫ്രത്തിൻ്റെ. അതിപ്പോൾ അങ്ങനെയൊന്നും നമ്മളെ റീഹാബ് സെൻ്ററിലൊന്നും ഉപയോഗിക്കാത്തൊരു സാധനം. പഴയ കാലത്ത് ഒരു 10-40 വർഷം മുന്നേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കാര്യം. പക്ഷെ ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സ്ഥലങ്ങളെ പേരൊന്നും ഇപ്പോൾ തൽക്കാലം പറയുന്നു. അപ്പം ഇത് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണക്കാരനാണ് ഈ ഡയാസൾഫ്രം എന്ന് പറഞ്ഞ ഈ മദ്യാസക്തിക്ക് ചികിത്സയ്ക്ക് പോയവർ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാലും തുടർ ചികിത്സയുടെ ഭാഗമായിട്ട് കഴിക്കുന്ന ഒരു മരുന്നാണത്. പിന്നെ ഹാർട്ട് പേഷ്യൻസിനും കൊടുക്കാറില്ല. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ സെക്സിനോട് താല്പര്യക്കുറവ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പലരും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു സാധനം. ഓക്കെ, സമയം എത്രയും നോട്ടെ. നമുക്കിനി ഈ ലൈംഗിക സുബോധത്തിനെ പറ്റിയിട്ട് തന്നെ നേരിട്ട് അങ്ങോട്ട് തന്നെ. ഈ ലൈംഗിക സുബോധം കൈവരിക്കുവാനായിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം, കാരണം ഇതെന്തായാലും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം. മറ്റെല്ലാ
മേഖലയിലും നടക്കുന്ന സുബോധം പോലെ തന്നെ ഈ ലൈംഗിക എന്ന് പറയുന്ന സെക്ഷൽ ആയിട്ടുള്ളൊരു സോബ്രൈറ്റി നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? നമ്പർ 1, കടുത്ത സത്യസന്ധത. എയിൽ പറയുന്ന അതേ വാക്കുകൾ തന്നെ ഞാൻ ഉപയോഗിക്കാം. കടുത്ത സത്യസന്ധത ആവശ്യമാണ്. ഈ റിഗറസ് ഓണസ്റ്റി എന്ന് പറയുന്ന കാര്യം കേൾക്കുമ്പോൾ വിചാരിക്കും ഈ കടുത്ത സത്യസന്ധത എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് വലിയ കടിച്ചാൽ പൊട്ടാത്ത എന്തോ ഒരു പ്രശ്നമാണെന്ന് വിചാരിക്കും. അല്ല, നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ഒരു ബാലികേറ മലയോ അല്ല, ഏതൊരു മനുഷ്യനും സാധ്യമാകുന്ന കാര്യം തന്നെ. കാരണം അസാധ്യമായതൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു സാധാരണ മനുഷ്യന് പറ്റുന്ന കാര്യങ്ങളെ ഇവിടെ പറയുന്നുള്ളൂ. അല്ലാതെ അസാധ്യമായ ഒരു കാര്യം പോലും നിങ്ങൾ ആ പുസ്തകം 164 പേജ് നോക്കിയാൽ അതിനകത്ത് കിട്ടില്ല. ഇത് പഴമക്കാർ പറഞ്ഞിട്ട് അന്നൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു 5-8 തവണയൊക്കെ ആയിട്ട് ഇത് ഇങ്ങനെ ഇപ്പോൾ വായിച്ച് പോകുമ്പോഴാണ് എല്ലാം നടപ്പിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അവിടെ. അതിൽ പെട്ട ഒന്ന് തന്നെയാണ് ഈ കടുത്ത സത്യസന്ധത എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കടുത്ത എന്നൊക്കെ ഉള്ളത് കേൾക്കുമ്പം പിന്മാറാനൊന്നും ശ്രമിക്കണ്ട. ആർക്കും പറ്റുന്ന കാര്യമാണ്. കാരണം നമ്മൾ വന്ന വഴികളൊക്കെ വൃത്തികെട്ട വഴികളും മോശം പിടിച്ച വഴികളും ഒക്കെ കല്ലും മുള്ളും നിറഞ്ഞൊരു വഴിയിൽ നിന്ന് തിരിച്ചു കയറി വന്നവരായതുകൊണ്ട് ചിലപ്പം ഇതൊക്കെ കേൾക്കുമ്പം നമ്മളൊന്നും ആ കാലത്തെ ജീവിതത്തിൽ സത്യം പോയിട്ട് അതിൻ്റെ അടുത്തോടെ പോലും പോയിട്ടില്ലല്ലോ. വായെടുത്താ നുണയും പറഞ്ഞ് നടന്നൊരു കാലഘട്ടം. പക്ഷെ അത് കുടിക്കാൻ വേണ്ടിയിട്ടും കൂടിയായിരുന്നു കുറേയൊക്കെ. അടുത്ത കുടിയിലേക്കുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നുണകൾ ഞാനൊക്കെ പറഞ്ഞു. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുക, അവിടെ നിന്നുള്ളൊരു മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുമ്പം നമുക്ക് ഒരു ക്രിയാത്മകമായ ഹെൽത്തി ആയിട്ട് ആരോഗ്യകരമായിട്ടുള്ളൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളറിയാതെ ഇത് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് സാധ്യമാണ് എന്നുള്ളതിൻ്റെ പറയുന്ന കാര്യങ്ങൾ സാധ്യമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. നമ്മൾ പോലും അറിയാതെയാണ് പ്രവർത്തിക്കുന്നത് പലതും. അപ്പം അതുവരെ ഈ നുണയുടെ ലോകത്ത് മാത്രം ജീവിച്ച ആൾക്കാർ ഏയുടെ പടികളൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഈ കടുത്ത സത്യസന്ധതയിലേക്ക് നീങ്ങുന്നത് കാണുമ്പോൾ അതിശയം തോന്നാറുണ്ട്. എനിക്ക് എന്നെ തന്നെ ചിലപ്പോൾ അതിശയം തോന്നാറുണ്ട്. കാരണം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുടിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മയൊക്കെ ഞാൻ എത്ര തവണ ആശുപത്രിയിൽ സീരിയസ് ആയിട്ട് ICUവിൽ കിടത്തിയ ആളാണെന്നറിയാം. ഇതൊക്കെ ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ഒക്കെ ചെയ്തിട്ടുള്ള കൊച്ചു കൊച്ചു തമാശകളാണ്. അതാണ് അറ്റ കൈ, അല്ലാതെ രക്ഷയില്ല. കൊന്നിട്ടില്ല, അത് ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും, അങ്ങനെ ഒരു നുണ പറഞ്ഞിട്ട്. പക്ഷെ ഭയങ്കര ഡൗണാണ്, അറ്റാക്ക് വന്നു, 5-6 ബ്ലോക്കാണ്, അപ്പിടി ഇപ്പിടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചികിത്സയ്ക്ക് വേണം എന്നുള്ള രീതിയിൽ. കാരണം അത്രയും ബാറിൽ അത്രയൊക്കെ കടം കയറിയിട്ട് നിൽക്കുന്ന സമയമാണ്. അടുത്ത ഡ്രിങ്ക് ചോദിച്ചിട്ട് തരുന്നില്ല. ചേട്ടാ ആദ്യം പൈസ തരാനുള്ളത് തന്നതിന് ശേഷം തരാം. നാണക്കേടായിപ്പോയി. അപ്പോഴാണ് അമ്മയെ കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ വരെ നുണകൾ പറഞ്ഞു നടന്ന ഒരാൾക്ക് ഈ കടുത്ത സത്യസന്ധതയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നതാണ് മാറ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലൈംഗിക സുബോധത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പം കടുത്ത സത്യസന്ധത അവിടെ ആ മേഖലയിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യം. ഇത് എവിടെയൊക്കെ വരണം എന്നുള്ളതും കൂടെ നോക്കണം. വെറുതെ ചുമ്മാ കടുത്ത സത്യസന്ധത ആവശ്യമാണെന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. ഇത് ആദ്യം നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മളെ ബിഹേവിയറിൽ കടുത്ത സത്യസന്ധത അതെങ്ങനെയായിരിക്കും? ഈ ലൈംഗിക സുബോധമായിട്ട് ബന്ധപ്പെട്ട കടുത്ത സത്യസന്ധത നമ്മുടെ പെരുമാറ്റത്തിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒന്നും വേണ്ടെന്നേ, നമ്മളെ നോട്ടങ്ങളുണ്ട്. ആ നോട്ടത്തിനകത്ത് ആ നോട്ടം ശരിയല്ല എന്ന് സ്വയം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വൃത്തികെട്ട നോട്ടങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റും. കാര്യം അപ്പോൾ വേണമെങ്കിൽ പറയാം ഇത് മനുഷ്യ സഹജമല്ലേ, ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീ രൂപം പോകുമ്പം ആരായാലും നോക്കില്ലേ. പക്ഷെ അങ്ങനെ നോക്കാം. അത് അതിൻ്റെ ഭംഗി കണ്ടിട്ട് നോക്കുന്നതും കാമാസക്തിയോടുകൂടി നോക്കുന്നതും വ്യത്യാസമുണ്ട്. ഒരു സാധനത്തെ ഒരു ഒരു
ഒരു സ്ത്രീ ശരീരത്തെ പല തരത്തിൽ നമ്മൾ നോക്കാറുണ്ട്. കാരണം നമ്മളെ അമ്മ ഒരു സ്ത്രീ ശരീരമാണ്, നമ്മളെ പെങ്ങളൊരു സ്ത്രീ ശരീരമാണ്, നമ്മളെ ഭാര്യയും മക്കളും ഒക്കെ സ്ത്രീ ശരീരങ്ങളാണ്. അതിനെയൊക്കെ നമ്മൾ നോക്കുന്നത് എത്ര മാന്യമായിട്ടാണ്. ആ മാന്യമല്ലാത്ത നോട്ടത്തെ പറ്റിയാണ് പറഞ്ഞു വന്നത്. വെറും കാമത്തിന്റെ കണ്ണുകൊണ്ട് മാത്രം നോക്കുന്നിരുന്നു. ഇതൊക്കെ മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അത്ര പെട്ടെന്നൊന്നും മാറിക്കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. പക്ഷെ അവിടെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ പരിശ്രമം കൊടുക്കേണ്ടത്. കാരണം അത് ശരിയല്ല എന്ന് ആദ്യം മനസ്സിൽ തീരുമാനിക്കുക, അതിനുശേഷം പയ്യെ പയ്യെ അത് മാറ്റിയെടുക്കുക. പിന്നെ രണ്ടാമത്തെ പെരുമാറ്റത്തിലെ ഒരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകളാണ്. അതായത് ഒരു സ്ത്രീയോട് മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകളുണ്ട്. ഉദാഹരണം പറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അല്ലെങ്കിൽ കട്ട ഈ തല്ലിപ്പൊളിത്തരം തന്നെ. തരുവോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കിട്ടുവോ നിന്നെ, അങ്ങനത്തെയൊക്കെ വാക്കുകളൊക്കെ ഒരു മടിയും കൂടാതെയൊക്കെ ഉപയോഗിച്ചൊരു കാലമൊക്കെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് നമ്മൾ കടന്നു വരുന്നു, പടികൾ പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ സുബോധം ആർജിക്കുന്നു. അവിടെ നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ ലൈംഗിക സുബോധവും അവിടെ പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് തത്വത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു മാറ്റങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. ഈ നോട്ടവും വാക്കും അല്ലാതെ വേറൊരു പ്രശ്നം പിടിച്ച മേഖലയാണ് ചിന്ത. അതാരും കാണാത്തൊരു സ്ഥലമാണ്. ഒരു കുട്ടി മനസ്സിലാക്കുന്നില്ല അവിടെ എന്താണ് നടക്കുന്നതെന്ന്. അപ്പം നല്ല മാന്യമായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം നോക്കുന്നത്, മാന്യമായിട്ടായിരിക്കും വാക്കുച്ചരിക്കുന്നത്. പക്ഷെ ചിന്തയ്ക്കകത്ത് കടന്നുകൂടുന്ന മറ്റു വൃത്തികെട്ട ചിന്തകളായിരിക്കും. കാര്യമില്ല, അവിടെയും നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഈ പറയുന്ന ആരെയും പുണ്യാളന്മാരാക്കാനോ പിടിക്കാനോ ഒന്നുമല്ല. ഇതൊരു നമ്മളെ നല്ലതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ, ഒരു പറ്റം ആൾക്കാരാണ്. നമ്മുടെ പോക്ക് നല്ലതിലേക്കാണ്. കാര്യം അങ്ങനെ പോയാൽ മാത്രമേ നമ്മൾ അടുത്ത കുടിയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. കാരണം അതാണ് നമ്മുടെ പ്രൈമറി ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല ലക്ഷ്യം, പക്ഷെ അതാണ് പ്രൈമറി ലക്ഷ്യം. ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള നമ്മളെ ലക്ഷ്യങ്ങളിലൊന്ന് കുടിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റു കുടിയന്മാരെ ഈ സംഘത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും നമ്മുടെ ലക്ഷ്യത്തിൽ പെടുന്നതാണ്. പക്ഷെ അതിനൊക്കെ ഇത്തരത്തിലുള്ള നമ്മുടെ ഭാഗത്തുനിന്ന് സുബോധവാനായിട്ട് നിലനിന്നു പോവുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ അഴുക്ക് മാറ്റൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പെരുമാറ്റത്തിൽ അത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഉദ്ദേശങ്ങളെ നമ്മൾ നോക്കാം. സെക്ഷൽ സോബ്രൈറ്റിയിൽ ഈ ഉദ്ദേശങ്ങൾ, കടുത്ത സത്യസന്ധത ആവശ്യമാണെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമാണിത്. ഈ വളച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത കയറി വരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ വാക്ക് തന്നെ, കിട്ടുമോ, ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അതിനെ കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടല്ലോ. അതൊക്കെ ഒരു മോട്ടീവ്സ് ആണ്, ഉദ്ദേശങ്ങളാണ്. മുമ്പ് നമ്മുടെ തലയിൽ അത് നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്നൊരു കാര്യമാണ്. അതൊക്കെയാണ് മാറ്റേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഈ അതിരുകളിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കണ്ടേ. അതായത് അതിരുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങളുണ്ട്. മദ്യം കഴിച്ച് നടക്കുന്ന സമയത്ത് ഈ സ്ഥാനവും മാനവും ഒന്നും നോക്കിയിട്ടില്ല. ഈ സ്ഥാനങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് നമ്മൾ ബന്ധുക്കളോട് അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ഭാര്യയോട് ഒക്കെ മോശപ്പെട്ട രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ടാവും. അപ്പം ആകെ മൊത്തത്തിൽ നമ്മളെ മനോഭാവത്തിലെ സമഗ്രമായൊരു മാറ്റം ആണ് വരുത്തേണ്ടത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ധാർമ്മിക നിലവാരത്തിലൊരു ഉയർച്ചയും കൂടെ സംഭവിച്ചാൽ ഓക്കെ, നമ്മൾ ജയിച്ചു. നമ്മൾ കുടിച്ച് നടന്നപ്പോൾ കാണിച്ച ഈ ലൈംഗികമായിട്ടുള്ള അന്യായങ്ങളും അധമത്തരങ്ങളും പ്രവർത്തികളും ഒക്കെ കുടി മാറ്റിവെച്ച ഈ നാളുകളിലും തുടരണോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ പഴയ പരസ്ത്രീ ബന്ധങ്ങളുണ്ടല്ലോ, അത് ഉപേക്ഷിക്കാതെ ഒരു രക്ഷയില്ല കേട്ടോ.
ആ പരസ്ത്രീ ബന്ധങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ പല ആൾക്കാരും ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒത്തോന്ന് പറഞ്ഞിട്ട് റിലാപ്സ് ആവുന്നത് കൺമുന്നിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ പരസ്ത്രീ ബന്ധങ്ങൾ തുടർന്ന് കൊണ്ടു നടക്കാൻ പറ്റുകയാണെങ്കിൽ താമസിയാതെ തന്നെ ഈ പറഞ്ഞ പതനം സംഭവിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കാരണം ആ ഒരു കള്ളത്തരമൊന്നും നമുക്ക് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ശരിയല്ല എന്നുള്ള തോന്നലുകൾ ഇപ്പോൾ ഉണ്ടാവാൻ തുടങ്ങും. അങ്ങനെ ശരിയല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാവും. ആത്മാഭിമാനത്തിന് ക്ഷതമേക്കും. അടുത്ത പരിപാടി രണ്ടെണ്ണം അടിക്കുക എന്നുള്ളതിലേക്ക് നീങ്ങും. അത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് കഴിയാവുന്നതും അങ്ങനത്തെ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ മാറി നടക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തിനാന്നേ അതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരിക്കുന്നു? നല്ലൊരു ദാമ്പത്യം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുന്നു, ലൈംഗിക സുബോധം എന്ന് പറഞ്ഞാൽ ഈ സെക്സിനെ അങ്ങ് തള്ളിപ്പറയൊന്നും അല്ല കേട്ടോ. അതിനെ മൊത്തത്തിൽ സെക്സിനെ തള്ളിപ്പറയുക അല്ല ലൈംഗിക സുബോധം. പക്ഷെ ആരോഗ്യകരമായ സെക്സ് അത് ദാമ്പത്യത്തിൻ്റെ ഉള്ളിൽ തന്നെ. ഇത്രയേ ഉള്ളൂ കാര്യം. ഏടെ തന്നെ ആത്മീയ തത്വങ്ങൾ നമുക്ക് ഇവിടെയും പ്രയോഗിക്കാം എന്നുള്ളതാണ്. ഏടെ ആത്മീയ തത്വങ്ങൾ അത് ഈ ഈ ഈ ലൈംഗിക സുബോധം എന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ടത് അടിയറവാണ്. നമ്മൾ സറണ്ടർ. നമ്മളെ ആത്മീയ തത്വങ്ങളിലെ അല്ലെങ്കിൽ നമ്മളെ ഒന്നാമത്തെ പടി തന്നെയാണത്. സറണ്ടർ ചെയ്യുക. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ പറ്റാത്തതെന്ന് നമ്മൾ വിധി എഴുതിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് അനായാസമായി സാധിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാ? വി സറണ്ടേർഡ് എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ഇൻവെൻട്രി ഉണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നാലാമത്തെ പടിയിൽ പറയുന്ന ഇൻവെൻട്രി. അതായത് നമ്മൾ അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയും, രണ്ട് ഉപാധികൾ അതിൽ പറയും. അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയും ഞങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി. ഇങ്ങനെയാണ് പറയുന്നത്. ധാർമ്മിക നിലവാരത്തെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അത് വിലയിരുത്തുന്ന സമയത്ത് ഭയമില്ലാതെ വളരെ കൃത്യമായിട്ടാണ് നമ്മളത് വിലയിരുത്തുന്നത്. ഇത് നമ്മുടെ ഒരു ആത്മീയ തത്വങ്ങളിൽ പെട്ടൊരു സാധനമാണ്. പിന്നെ ഏറ്റുപറയൽ, കൺഫെഷൻ എന്ന് പറഞ്ഞൊരു കാര്യം തന്നെയുണ്ട്. നമ്മൾ ആരോടാ ഏറ്റുപറയുന്നത്? ഞങ്ങളുടെ തെറ്റുകൾ നമ്മൾ ദൈവത്തോടും സ്വന്തമായും വേറൊരു വ്യക്തിയോടും ഞങ്ങൾ കൃത്യമായി ഏറ്റുപറഞ്ഞു എന്നാണ് നമ്മൾ 5-ാം പടി പറയും. ഓക്കെ. പിന്നെ വരുന്നത് പ്രായശ്ചിത്താണ്, അമൻസ്. പിന്നെ സേവനം, സർവീസ്. ഇതൊക്കെയാണ് നമുക്ക് ഇവിടെയും പ്രയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് വരുന്നത്. അപ്പം മുമ്പ് കാട് കയറി നടന്ന കാര്യത്തെക്കുറിച്ചൊന്നും കുറ്റബോധം തോന്നാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇതിനെല്ലാം പരിഹാരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ ഗിൽറ്റ് അടിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ലത്. ഇവിടെ ഗിൽറ്റിനല്ല ഇവിടെ. കാരണം നമ്മളിത് നന്നാവാൻ തീരുമാനിച്ചു എന്നാണല്ലോ പറഞ്ഞത്. നമ്മൾ നന്നാവാൻ തീരുമാനിച്ചവരാ. അപ്പൊ അതങ്ങ് വിട്ടുകൊടുത്തവരുമാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും എന്നുള്ളതാണ്. നമ്മൾ ബിഗ് ബുക്കിൽ തന്നെ പറയുന്നൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ദേ, ബിഗ് ബുക്കിൽ പറയുന്ന കാര്യമാണ്, 68-ാമത്തെ പേജിലുള്ള ഒരു വാക്കാണ്. സെക്സ് ദൈവം തന്നതാണെന്നും അതുകൊണ്ട് അത് നല്ലതാണെന്നും ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു. ഇതൊരു മോശപ്പെട്ട കാര്യമല്ല. ഈ പറഞ്ഞ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സെക്സ് മാത്രമാണ് പ്രശ്നമാകുന്നത്. ഇവിടെ നമ്മളെ ബുക്കിൽ പറയുന്ന കാര്യം അത്. സെക്സ് ദൈവം തന്നതാണെന്നും അതുകൊണ്ട് അത് നല്ലതാണെന്നും ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു. അത് ലാഘവത്തിൽ എടുക്കാനുള്ളതോ സ്വാർത്ഥപരമോ അല്ല. അവജ്ഞയുടെയോ ആർത്തിയോടെയോ കാണേണ്ടതുമല്ല. അവജ്ഞയോടെയോ ആർത്തിയോടെയോ കാണേണ്ടതുമല്ല. ഇതിൻ്റെയൊക്കെ നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ഒരു സാരം ഈ ഒരു വാക്കിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ആർത്തിയോടെയോ അവജ്ഞയോടെയോ ഒന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് ദൈവം തന്ന കാര്യമാണെന്നാണ് പറയുന്നത് സെക്സിനെ കുറിച്ച്. പിന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, മറ്റേതൊരു പ്രശ്നവും പോലെ സെക്സും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഓരോ പ്രശ്നത്തിലും എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾ ദൈവത്തോട് ധ്യാനിക്കുന്നു. ശരിയായ ഉത്തരം കിട്ടും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. അവിടെ അതും പറയുന്നുണ്ട് കേട്ടോ. ശരിയായ ഉത്തരം കിട്ടും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ.
വേറൊരു സ്ഥലത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വികാരപരമായ ചിന്തയും ഉപദേശങ്ങളും ഞങ്ങൾ ഒഴിവാക്കുന്നു. അത് പറയുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ലൈംഗിക പ്രശ്നങ്ങളെ വിധിക്കാൻ ദൈവത്തിനേ കഴിയും. ഈ വിധി കൽപ്പിക്കാൻ നമ്മളൊന്നും ജഡ്ജ്മെന്റൽ ആവരുത് എന്നുള്ള ഈ വക കാര്യത്തിൽ. ഇപ്പോൾ നമ്മളെ തന്നെ കൂടെയുള്ളൊരു മെമ്പർ വന്നിട്ട് അയാളുടെ ഒരു സെക്ഷൽ പ്രോബ്ലം നമ്മളോട് പറയുന്ന സമയത്ത് ജഡ്ജ്മെന്റൽ ആവാതിരിക്കുക. വിധിയൊന്നും കൽപ്പിക്കാൻ നമ്മളാരാ? ദൈവമോ? അല്ലല്ലോ. അപ്പൊ പിന്നെ അയാൾ പറയാൻ വന്ന ആള് പറയില്ല എന്നുള്ളതാണ്. അങ്ങനെ ജഡ്ജ്മെന്റലായിട്ട് നമ്മൾ വിധി കൽപ്പിക്കുന്ന ഒരു സ്വഭാവം വെച്ചിരുന്നു കഴിഞ്ഞാൽ, അപ്പൊ നമ്മുടെ ലൈംഗിക പ്രശ്നങ്ങളെ വിധിക്കാൻ ദൈവത്തിനേ കഴിയും. മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് നല്ലതാണ്, പക്ഷേ അന്തിമ വിധി ദൈവത്തിൽ നിന്ന് തന്നെ വരണം. ഓക്കെ. ഒരു കാര്യം നാം മനസ്സിലാക്കണം. ചിലർ സെക്സിന്റെ കാര്യത്തിൽ ഭ്രമിക്കുന്നവരോ മറ്റു ചിലർ യാതൊരു വ്യവസ്ഥയും ഇല്ലാത്തവരോ ആണ്. ഇതെല്ലാം ബിഗ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്രമാത്രം വിപുലമായിട്ടും ഇത്രമാത്രം വിസ്തൃതമായിട്ടും ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ ബിഗ് ബുക്കിലുണ്ട്. നമ്മളത് കണ്ടെത്തി, അതിനാണ് ഇത്തരത്തിലുള്ള ഈ വിഷയാധിഷ്ഠിത മീറ്റിങ്ങിന്റെ ഒരു പ്രധാന കാര്യം അതാണ്. നമ്മൾ വായിച്ചു പോയിട്ടുള്ള ബിഗ് ബുക്കിനകത്തു നിന്നും ചില അമൂല്യമായിട്ടുള്ള നിധികൾ നമ്മൾ ചികഞ്ഞെടുത്ത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏത് വിഷയമായാലും അത് ബിഗ് ബുക്കിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയാലേ ശരിയാവുള്ളൂ. അല്ലാതെ എൻ്റെ അഭിപ്രായങ്ങൾ പറയലല്ല ശരി എന്നും നല്ല ബോധ്യമുണ്ട്. കാരണം എൻ്റെ അഭിപ്രായം അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ടും അതൊരു കുടിച്ചു നടന്ന ഒരാളുടെ അഭിപ്രായമാണ്. അതാണല്ലോ. ഒരു ആൽക്കഹോളിക്കിന്റെ അഭിപ്രായമല്ല ആവശ്യം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അഭിപ്രായമാണ് ആവശ്യം. ഓക്കെ, അത് രണ്ടും തമ്മിൽ വ്യത്യാസം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം എല്ലാവർക്കും താല്പര്യത്തോടു കൂടി കേട്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം നേടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എനിക്കും ഒരുപാട് ഇഷ്ടമായി ഇന്ന് ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്ത് സംസാരിക്കാൻ പറ്റിയത്. കാരണം ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുമ്പോഴാണ് നമ്മളും പഠിക്കുന്നത്. കാരണം ഇതിനു വേണ്ടി ഒരു ശ്രമം നടത്തും, അല്ലാതെ ചുമ്മാ വന്നിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ലൊരു കഠിന ശ്രമം തന്നെ നടത്തിയതിന് ശേഷമേ ഒരു ടോക്കിനൊക്കെ പോകാൻ പാടുള്ളൂ. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഒരുപാട് പേര് കേട്ടിരിക്കുന്ന ഒരു കാര്യമാകുമ്പോൾ അവിടെ വന്ന് ചപ്ലാച്ചി അടിക്കലല്ല, കാര്യങ്ങൾ പറയലാണ്. കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചുണ്ടാക്കുക തന്നെ വേണം, അതിനൊരു പ്രയത്നം വേണം. അതിൽ നിന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ സംസാരവും മോശമാവും. ആർക്കും ഗുണമില്ലാതെ സംസാരിച്ച് വെറുതെ ഒരു മണിക്കൂർ കളയുന്നതിൽ ഒരർത്ഥമില്ല. അപ്പോൾ ഇതെനിക്ക് ഉറപ്പുണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് ഒരു ധൈര്യമുണ്ട്. കാരണം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും സുബോധത്തിൻ്റെ നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബൈച്ചേട്ടാ. ഇത്ര നേരം ഞങ്ങളോടൊത്തായിരുന്നുകൊണ്ട് ലൈംഗിക സുബോധം എന്ന വിഷയത്തെ സത്യം പറഞ്ഞത് ജീവിതത്തിലൊക്കെ എൻ്റെയൊക്കെ ജീവിതത്തിലും ഒത്തിരിയേറെ വൈകൃതങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും എന്താണ് ഏതാണെന്ന് അറിയാതെയൊക്കെ ലൈംഗികതയെ സമീപിച്ചിട്ടുമുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് തുറന്നു പറയുക തന്നെ ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഇത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു. അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാനും പറ്റും. നല്ലൊരു വിഷയമായിരുന്നു. പലരും പറയാൻ പഠിക്കുന്ന പല കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത്ര നേരം ഞങ്ങളോടൊത്തായിരുന്നുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന് ജ്വാല ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ പേരിലും എല്ലാ മെമ്പർമാരുടെ പേരിലും വ്യക്തിപരമായ പേരിലും ഉള്ള നന്ദി ചെന്ന് അറിയിക്കുകയാണ്. ഇനിയും ഓരോ വിഷയങ്ങളായിട്ട് കടന്നു വരികയും ഞങ്ങളുമായിട്ട് അങ്ങയുടെ അറിവ് പങ്കുവെക്കുകയും ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ വളരുവാനായിട്ട് ഇങ്ങനെയുള്ള വിഷയാവതരണങ്ങളാണ് എന്നെ പോലുള്ളവരൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുള്ളത്. ഇനി ഒത്തിരിയേറെ അതിന് സാധിക്കട്ടെ. ഒത്തിരിയേറെ ആൾക്കാർക്ക് ഇനിയും എയിലേക്കുള്ള ഒരു വഴികാട്ടിയായി തീരട്ടെ എന്നൊക്കെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.